രാഹുൽ, ഇപ്പോൾ നമ്മളൊരു ധനസഹായം അടിയന്തരമായി ആവശ്യപ്പെടുന്നത് 2000 കോടിയാണ്. അതിലപ്പുറമുള്ള ധനസഹായം വേണ്ടി വരുമെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളും ദുരന്തം വരുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയും തരേണ്ടതുണ്ട്, വന്ന് കാണൂ ഞങ്ങളുടെ ദുരന്തം എന്ന രൂപത്തിൽ അഭ്യർത്ഥിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. യഥാർത്ഥത്തിൽ ഈ ദുരന്തങ്ങളിലുള്ള നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു അവകാശമാക്കുകയും അതിലൊരു നിയമനിർമ്മാണവും അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് രാഹുൽ? തീർച്ചയായിട്ടും സ്മൃതി, നമുക്ക് കൂടുതൽ പണം ആവശ്യമാണ്. ഞാൻ ശ്രീ വസീഫ് എൻ്റെ പോയിന്റിൽ തന്നെയാണ് അവസാനിപ്പിച്ചത്. അതായത് വയനാടിനൊരു സ്പെസിഫിക് പാക്കേജാണ് ആവശ്യം. അപ്പോൾ അതിന് കൂടുതൽ പണം ആവശ്യമാണ്. ഇവിടെ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കർണാടകയിൽ ഏറ്റവും അവസാനം ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ വരൾച്ച അടക്കമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള തുക കിട്ടിയിട്ടില്ല. ഇപ്പോൾ മുൻപ് നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടൊരു തുക കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനതിനൊരു രാഷ്ട്രീയമല്ല പറയുന്നത്. അതിന് കേന്ദ്രം പലപ്പോഴും പറയുന്ന ഒരു കാരണം പേപ്പർ വർക്കുകൾ പ്രോപ്പർ ആയിരുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടായിട്ട് നമ്മളതിൻ്റെ ഒരു പേപ്പർ വർക്കിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകാതെ ഈ വിഷയത്തിനകത്ത് ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് കുറെ കൂടി കേന്ദ്ര സംസ്ഥാന ഇൻവോൾവ്മെന്റ് ആവശ്യമായിട്ടുള്ളൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനം, പ്രത്യേകിച്ച് കേരളം പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റിന്റെ കാര്യത്തിൽ, ഞാൻ പറഞ്ഞത് ജോഗ്രഫിക്കലി സെൻസിറ്റീവ് എന്നുള്ള തലത്തിലാണ്, ജോഗ്രഫിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനായിട്ടുള്ളൊരു കമന്റ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജ് ഇപ്പം നമ്മളിപ്പം ഡേ 1 തൊട്ട് ഇപ്പം ഇതിൻ്റെ തെരച്ചിൽ തൊട്ട് രക്ഷാപ്രവർത്തനം തൊട്ട് ഇപ്പം എല്ലാ മേഖലകളിലും ഒരു പ്രതിപക്ഷ യുവജന സംഘടന സർക്കാരിന് കൊടുക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള സഹായം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദാര്യമല്ല. അത് ഞങ്ങളുടെ ഒരു രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ടൊരു യുവജന സംഘടന അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകർ എന്നൊക്കെയുള്ള നമ്മുടെ ബേസിക് ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഒരു പൗരന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ബേസിക് ഉത്തരവാദിത്തം മാത്രമാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ 30 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്. ഇപ്പം DYFI വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സംഘടനകളും വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പം ഇവരെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ഇവരെ അധികം നാൾ ഒന്നാമത് വലിയ മെന്റൽ ട്രോമയാണ്. ആ മെന്റൽ ട്രോമയുടെ കൂടെ ഇവരെ കൂടുതൽ നാൾ ക്യാമ്പിന്റെ ഒരു സഫറിങ്സിലേക്ക് അല്ലെങ്കിൽ വാടക വീടുകളുടെ സഫറിങ്സിലേക്ക് വിടാൻ പാടില്ല. അവർക്ക് അടിയന്തരമായിട്ട് നമുക്ക് വീടൊരുക്കാനായിട്ട് കഴിയണം. അപ്പം ഇപ്പോൾ ഒരുപാട് സംഘടനകൾ, ഇപ്പം നിങ്ങളുടെ മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ TV, നിങ്ങൾ വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രീ ആൻഡോഗസിനോടൊക്കെയുള്ള ആളുകൾ വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയും സർക്കാർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു നോഡൽ ഏജന്റായിരുന്നുകൊണ്ട് ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് എന്താണോ ഇവരെ ഒരുമിപ്പിച്ച് താമസിപ്പിക്കാനായിട്ടുള്ള ഒരു പാക്കേജ്. ഇപ്പം വയനാടായതുകൊണ്ട് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില പരിമിതികളുണ്ട്. അപ്പം ഇത്തരത്തിൽ ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശത്തും ഇവരെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാൻ കഴിയില്ല. പുതിയൊരു പ്രദേശം തിരയേണ്ടതായിട്ടുണ്ട്. അവിടെ തന്നെ നിയമത്തിന്റെ ഒരുപാട് പരിമിതികളുള്ള ഒരു പ്രദേശമാണ് വയനാട്. ഈ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലാൻഡിന് വേണ്ടിയിട്ടുള്ള പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നിയമത്തിന്റെ ഏതെങ്കിലുമൊക്കെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഭേദഗതി ആവശ്യമാണോ? ആ തരത്തിൽ ചെയ്യണം. പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റേസ് ചെയ്തൊരു ഡിമാൻഡായിരുന്നു അവർക്ക് അടിയന്തരമായി സഹായം നൽകണം എന്നുള്ളത്. അത് സംസ്ഥാന സർക്കാർ 10,000 രൂപ കൊടുത്തു. പക്ഷേ അതിനകത്ത് സ്പെസിഫിക് ആക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം 10,000 രൂപ കൊണ്ട് ഇപ്പം ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും കയ്യിലെടുക്കാതെ ജീവനും കൈപിടിച്ചുകൊണ്ട് ഓടിയ മനുഷ്യന്മാരാണ്. അപ്പം അവർക്ക് 10,000 രൂപ, ഇപ്പം ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചേറെ നാളത്തേക്കുള്ള പണമാണ്. അത് 10,000 രൂപ കൊടുത്താൽ പോരാ. കാരണം അവരുടെ ഉപജീവനം പൂർണ്ണമായിട്ട് നഷ്ടമായി. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്ത നിങ്ങൾ കൊണ്ടുവന്നൊരു വാർത്തയുണ്ടല്ലോ, ഇപ്പം നിയാസിന്റെ ജീപ്പിന്റെ ഒരു വിഷയം. ഇപ്പൊ നിയാസിനെ പോലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ്? ജീപ്പ് ഓടിച്ചിട്ടുള്ള വരുമാന മാർഗ്ഗമാണ്. അപ്പൊ അവിടെ 900 കണ്ടിയിൽ ജീപ്പ് ഓടിച്ച് കിട്ടുന്ന വരുമാനമായിരുന്നു അവർക്ക്. അവരെ ഇപ്പൊ വേറൊരു സ്ഥലത്ത് പുനരധിവസിപ്പിച്ചാൽ ഇപ്പൊ 900 കണ്ടിയിൽ ടൂറിസം പ്രവർത്തനം നടക്കുന്നില്ല. അപ്പൊ അവർക്കും ഈ 10,000 രൂപ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇപ്പൊ കുടുംബത്തിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ട, ഇപ്പൊ കൃഷിയെ ആശ്രയിച്ചിരുന്ന ആളുകളുണ്ട്, അപ്പൊ അവിടെ ലയങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ മനുഷ്യന്മാരുടെ എല്ലാ തരത്തിലുമുള്ള ആ പ്രദേശത്തുണ്ട്. ഇപ്പൊ കൃഷി ഭൂമി നഷ്ടമായ ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വരുമാന സ്രോതസ് പൂർണ്ണമായിട്ട് ഇല്ലാതായി. അതുപോലെ തന്നെ ഇപ്പം 2 തരത്തിലുള്ള ഇതിനകത്ത് പാക്കേജ് സ്പെസിഫിക് ആകണമെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഇപ്പൊ കുട്ടികളുണ്ട് സ്മൃതി. ഇപ്പൊ കുട്ടികളുടെ മാതാപിതാക്കളും ബാക്കി അവരുടെ മുതിർന്ന ആളുകളെല്ലാം മരണപ്പെട്ടു. അപ്പൊ അവർക്ക് ഒരു വീടും വസ്തുവും കൊടുക്കുന്നത് മാത്രമാകരുത് പാക്കേജ്. അവരുടെ പാക്കേജിൽ നിന്ന് വേണം. ഇപ്പം മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം,
ഇപ്പം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അപ്പോൾ സർക്കാർ ഞങ്ങളെ ഏൽപ്പിക്കണം, ഇത്ര കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ നിങ്ങൾ നോക്കണം, എത്ര കാലത്തെ എങ്ങനെയൊക്കെ എന്നുള്ളൊരു നോഡൽ സർക്കാർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സമസ്ത കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് അവരുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ സംഘടനകളും AIVF പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സംഘടനകളും പ്രഖ്യാപിക്കുന്ന ആ പാക്കേജിനെ കൂടി ഇതിനകത്തെ കൊണ്ടുവരണം. ഇപ്പം സർക്കാരിന് മാത്രമായിട്ട് എല്ലാം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം സർക്കാരിന് പരിമിതികൾ ഉണ്ടാകും. സർക്കാരിന്റെ പരിമിതികളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുക? ഇതുപോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസൽ വിളിച്ചിട്ട് സർക്കാരിന്റെ പരിമിതികളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയണം. അപ്പം മുതിർന്ന ആളുകളുണ്ട്. അപ്പം മുതിർന്ന ആളുകൾ അവരുടെ ഏണിംഗ് മെമ്പേഴ്സ് എല്ലാം മരണപ്പെട്ടു. അവർക്ക് 10,000 രൂപ മാത്രം ഇടക്കാല ആശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഒന്നുമില്ല. ഇപ്പൊ ഈ ക്യാമ്പിൽ കൊടുക്കുന്നത് നമ്മുടെ കളക്ഷൻ പോയിന്റുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിക്ക് അവർക്കൊരു 25,000 രൂപയെങ്കിലും ഇടക്കാല ആശ്വാസമായിട്ട് കൊടുക്കണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി അംഗവും കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസ് നേരിട്ട് സൂചിപ്പിച്ചൊരു വിഷയമാണ്. അതായത് ഇപ്പൊ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടക്കാല ആശ്വാസ പദ്ധതികൾ മുഴുവൻ ലഭിക്കുന്നത് ക്യാമ്പിലുള്ളവരാണ്. ക്യാമ്പിൽ കഴിയാത്ത മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ക്യാമ്പിൽ കഴിയുന്നവർ ഇതേ സ്ഥലത്ത് വീട് പൂർണ്ണമായി നഷ്ടമായി ദുരന്തത്തിൽ പരിക്ക് പറ്റിയ ആളുകൾ ഒരുപാട് പേര് ഇതിനോട് സമീപ പ്രദേശത്തുള്ള ബന്ധുവീടുകൾ കഴിയുന്നവരുണ്ട്. അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർ ക്യാമ്പിൽ കഴിയുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അവർക്ക് കൂടി എന്ത് വേണം? നമ്മൾ ഈ പ്രതിദിനം കൊടുക്കുന്ന പണം അത് 300-ൽ നിന്ന് ഉയർത്താൻ പറ്റുമോ? കാരണം 300 രൂപ കൊണ്ട് ഒരു ഫാമിലിക്ക് ഫീഡ് ചെയ്യാൻ കഴിയില്ലല്ലോ സ്മൃതി, മുന്നോട്ട് പോകും. ഇപ്പൊ അവർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ക്യാമ്പിൽ കഴിയുമ്പോഴാണ് എല്ലാ സംഘടനകളും ചെന്ന് അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ക്യാമ്പിന്റെ ഭക്ഷണവും എല്ലാം കിട്ടുന്നത്. അപ്പൊ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിന് ഒരു ഫാമിലിയാണ് ഫീഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഈ 300 രൂപയ്ക്ക് അതിന് പരിമിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ 300 രൂപ എന്നുള്ള ആ ക്യാപ്പ് ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് തയ്യാറാകണം. അതുപോലെ തന്നെ ക്യാമ്പിന് പുറത്ത് കഴിയുന്ന ബന്ധുവീടുകളിൽ കഴിയുന്ന ആളുകൾക്കും അടിയന്തരമായി ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് ഇപ്പം ഈ ഇടക്കാല ആശ്വാസം ആ ആളുകൾക്ക് കൂടി കൊടുക്കാൻ. ഇതിന്റെ ദുരന്തത്തിന്റെ വിക്ടിംസ്, ആ വിക്ടിംസിനെ നമ്മൾ കണക്കാക്കുമ്പോൾ മരണപ്പെട്ടവർ മാത്രമല്ല, വീട് നഷ്ടപ്പെട്ടവർ മാത്രമല്ല, ഇപ്പൊ അവിടെ തന്റെ ഒരു മനുഷ്യായുസിന്റെ സമ്പാദ്യമായി 50 സെന്റ് വാങ്ങി അവിടെ കൃഷി നടത്തുന്ന ആള്, അയാൾ വിക്ടിം അല്ലേ? ഇപ്പൊ സാധാരണഗതിയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സ്പെസിഫിക് ആക്കണം. ഇപ്പൊ സാധാരണഗതിയിലുള്ള സർക്കാരിന്റെ ചട്ടപ്രകാരം എന്താണ്? വീട് നഷ്ടമായവർക്ക് മാത്രമാണ് പുനരധിവാസം. ഈ ഒരു മനുഷ്യായുസിലെ മുഴുവൻ സമ്പാദ്യം കൊണ്ട് 50 സെന്റിൽ കൃഷിയുമായി ജീവിച്ചിരുന്ന ആള്, അയാൾ ഇതിന്റെ വിക്ടിമാണ്. അയാളെ കൂടി ഈ പാക്കേജിന് ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ജനറൽ പാക്കേജിനപ്പുറം സ്പെസിഫിക് ആയി മാൻ ടു മാൻ അല്ലെങ്കിൽ ഫാമിലി ടു ഫാമിലി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേസ്. കാരണം സ്പെഷ്യൽ കേസായിട്ട് എടുക്കാം. ഇപ്പൊ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്. ഇപ്പൊ എന്റെയോ എന്റെ തലമുറയുടെയോ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ആരുടെ തലമുറയുടെയോ കേട്ടുകൊണ്ടിരിക്കുന്ന തലമുറയുടെയൊക്കെ ആലോചനകൾക്കും പരിചയങ്ങൾക്കും ഒക്കെ അപ്പുറമുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം, ഇപ്പൊ ഇതിന്റെ പ്രായോഗികത, നമ്മൾ ഇതിന്റെ റെഡ് ടേപ്പുകളെ പറ്റി പറയണ്ട. ഇപ്പം കോർപ്പറേറ്റുകൾക്ക് ടാക്സ് സേവ് ചെയ്യുന്നത് റെഡ് ടേപ്പുകൾ ഒഴിവാക്കിയിട്ടല്ലേ? ചുവപ്പ് നാടകളൊന്നും കോർപ്പറേറ്റുകളുടെ ടാക്സ് സേവ് നടത്തുമ്പോൾ ഒരു സർക്കാരുകൾക്ക്, അത് ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു സർക്കാരുകൾക്കും ആ റെഡ് ടേപ്പ് ഒഴിവാക്കുന്നതിനകത്ത് പ്രശ്നമല്ലല്ലോ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ മനുഷ്യന്മാർ, ഏറ്റവും നീഡി ആയിട്ടുള്ള ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രം നമ്മൾ റെഡ് ടേപ്പിന്റെ സാങ്കേതികത്വം പറയുന്നതിനകത്തൊരു അടിസ്ഥാനമില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ട് ഇപ്പം ധാരാളം ആളുകൾ ഇതിന്റെ സഹായവുമായിട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് കേന്ദ്ര സർക്കാരിനോട് കൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഇപ്പൊ BJPയുടെ പ്രതിനിധി വിട്ടിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ BJPയുടെ പ്രതിനിധി എന്നതിനപ്പുറം ഈ വയനാടുകാരനായിട്ട് തന്നെ കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ സമ്മർദ്ദം ഇതിനകത്ത്, ഇപ്പൊ കേന്ദ്ര സർക്കാർ പോയി, പ്രധാനമന്ത്രി പോയി വന്നു, എല്ലാവരെയും കണ്ടു, വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നു. ഇതിനുശേഷം DRF മാത്രം ഉണ്ടായാൽ പോരാ. DRF മാത്രമാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സസൈസുകളെല്ലാം വേസ്റ്റായി പോകും. ഇവിടെ ഇപ്പം നമ്മൾ ഈ ഉണ്ടായിട്ടുള്ള ഡിസാസ്റ്ററിന്റെ ആഘാതം മനസ്സിലാക്കി ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സെൻട്രൽ ഫിനാൻഷ്യൽ പാക്കേജ്, അസിസ്റ്റൻസ് പാക്കേജ് അത് തന്നെ ഇതിനകത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ 2000 കോടി രൂപ പോലും പരിമിതമാണ് എന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു നഷ്ടത്തെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ 2000 കോടിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ഈ ഇത്തരത്തിലുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ തരുന്ന പണം പ്ലസ് സംസ്ഥാന സർക്കാരിന് സമാഹരിക്കാൻ കഴിയുന്ന പണം, അതിനെ രണ്ടിനെയും പ്ലസ് ഈ പല സംഘടനകൾ, ഇപ്പം നിങ്ങളുടെ മാധ്യമ സ്ഥാപനമായാലും ഞങ്ങളുടെ സംഘടനയായാലും, ഇപ്പം ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ പ്രഖ്യാപിച്ചു, കർണാടക സർക്കാർ 100 വീട് പ്രഖ്യാപിച്ചു. ഇപ്പൊ ശരിക്ക് സർക്കാർ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാൽ സർക്കാരിന് ഒരു വീട് പോലും പുതുതായിട്ട് നിർമ്മിക്കേണ്ടി വരുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.